2015 സിറോ ഗോര ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഇന്റർനാഷണൽ കൊളംബിയൻ ഫിലിമാണ് എംബ്രേസ് ഓഫ് ദ സർപ്പന്റ്. ഇറ്റ്സ് എ ഫിലിം ദാറ്റ് ടെൽ ദ സ്റ്റോറി ഓഫ് ദ ആമസോൺ റെയിൻ ഫോറസ്റ്റ് ത്രൂ ടു ജേർണീസ് ദാറ്റ് ഹാപ്പൻ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ആമസോൺ റെയിൻ ഫോറസ്റ്റിലാണ്. അവിടെ നടക്കുന്ന രണ്ട് ഡിഫറെൻറ്റ് ടൈമിൽ നടക്കുന്ന രണ്ട് യാത്രകളെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു സിനിമ എടുത്തിട്ടുള്ളത്. ബോത്ത് ജേർണീസ് ആർ ഗൈഡഡ് ബൈ ദ സെയിം ഇൻഡിജീനിയസ് ഷാമൻ കെരംകേറ്റ് ഓർ കെരമഗാട്ടെ, ഹു ഇസ് ദ ലാസ്റ്റ് സർവൈവർ ഓഫ് ഹിസ് ട്രൈബ് ദ കോഹിയാനോ. അപ്പോൾ ഈ രണ്ട് യാത്രയിലും ഗൈഡായിട്ട് പോകുന്നത് അവിടുത്തെ ഇൻഡിജീനിയസ്, അതായത് ആ റെയിൻ ഫോറസ്റ്റിലെ റിയൽ നാറ്റീവായിട്ടുള്ള ആളാണ്. അതാണ് കെരംകേറ്റ്. അദ്ദേഹമാണ് ഈ യാത്രയിൽ ഗൈഡായിട്ട് പോകുന്നത് ഈ രണ്ട് പേരുടെയും കൂടെ. ഈസ് ദ ലാസ്റ്റ് സർവൈവർ ഓഫ് ഹിസ് ട്രൈബ് കോഹിയാനോ. അപ്പം അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വംശത്തിലെ അല്ലെങ്കിൽ ആ ഒരു ട്രൈബിലെ അവസാനത്തെ ഇപ്പോൾ അതിജീവിക്കുന്ന മനുഷ്യനെന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊളോണിയലിസത്തിൻ്റെ ഭാഗമായിട്ട് മരിച്ചു പോയിട്ടുണ്ട്, അവരൊക്കെ വധിച്ചിട്ടുണ്ട്, കൊന്നിട്ടുണ്ട്. ആൻഡ് ദ ഫിലിം ഷോസ് ഹൗ ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ് ഡിസ്ട്രോയിഡ് ഇൻഡിജീനിയസ് ലൈഫ്, കൾച്ചർ ആൻഡ് നോളജ് ആൻഡ് ഹൗ ട്രൂ വിസ്ഡം കനോട്ട് ബി ഓൺഡ് ഓർ റിട്ടൺ ഇൻ ബുക്സ്. അപ്പോൾ ഈ ഒരു ഫിലിമിൽ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെയാണ് കൊളോണിയൽ ഭരണം അവരുടെ ഇൻഡിജീനിയസ് ആയിട്ടുള്ള അവരുടെ ലൈഫിനെയും കൾച്ചറിനെയും നോളജിനെയും ഒക്കെ ഇല്ലാതാക്കിയുള്ളത്. ഹൗ ട്രൂ വിസ്ഡം കനോട്ട് ബി ഓൺഡ് ഓർ റിട്ടേൺ ഇൻ ബുക്സ്. ട്രൂ വിസ്ഡം, യഥാർത്ഥ അറിവ് പുസ്തകത്തിലും മറ്റൊന്നില്ലാത്ത യഥാർത്ഥ അറിവ് അതെങ്ങനെയാണെന്നാണ് ഈ ഒരു ഫിലിമിലൂടെ കാണിച്ചിരുന്നത്. ആൻഡ് ഹൗ ട്രൂ വിസ്ഡം കനോട്ട് ബി ഓൺഡ് ഓർ റിട്ടേൺ ഇൻ ബുക്സ്. ദെൻ ദ ഫസ്റ്റ് ജേർണി ടേക്സ് പ്ലേസ് ഇൻ 909. ആദ്യത്തെ ജേർണി നടക്കുന്നത് 1909. എ ജർമ്മൻ എക്സ്പ്ലോറർ നെയ്മഡ് തിയോ വോൺ മാർഷ്യസ് ട്രാവൽസ് ഡീപ്പ് ഇൻ ടു ദ ആമസോൺ ബിക്കോസ് ഹീ ഈസ് വെരി ഇൽ. ഒരു ജർമ്മൻ എക്സ്പ്ലോറർ ആയിട്ടുള്ള തിയോ വാൻ മാർഷ്യസ് എന്ത് ചെയ്യാണ്, ഈ ആമസോൺ കാടിൻ്റെ ആയത്തിലേക്ക് അദ്ദേഹം വരികയാണ്. കാരണം അദ്ദേഹത്തിന് ഭയങ്കര സുഖമില്ലാത്തൊരവസ്ഥയാണ്. അപ്പോൾ അത് മാറ്റി കിട്ടാനായിട്ട് ഒരു സാക്രഡ് പ്ലാന്റ് തിരഞ്ഞിട്ടാണ് അദ്ദേഹം വരുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് റയർ സാക്രഡ് പ്ലാന്റ് കോൾഡ് യക്രൂണ ക്യാൻ ക്യൂർ ഹിം ആൻഡ് പ്രൊലോങ് ഹിസ് ലൈഫ്. അദ്ദേഹം വിശ്വസിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ റയറായിട്ടുള്ള യക്രൂണ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അദ്ദേഹത്തിൻ്റെ അസുഖം മാറിയിട്ട് അദ്ദേഹത്തിന് ഇനിയും കൂടുതൽ കാലം ജീവിക്കാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട് അദ്ദേഹം. ആൻഡ് തിയോ ഈസ് അക്കംപനീഡ് ബൈ മണ്ടൂക്ക, എ ലോക്കൽ ആമസോണിയൻ മാൻ ഹു വാസ് ബ്രൂച്ച്ലി ടോർച്ചേർഡ് ബൈ യൂറോപ്യൻ റബ്ബർ ബാരൻസ് വെൻ ഹി വാസ് എ ചൈൽഡ്. പിന്നെ ഈ തിയോയുടെ കൂടെ വേറൊരാൾ കൂടിയുണ്ട്. അദ്ദേഹം ഒരു മണ്ടൂക്കിയാണ്. അദ്ദേഹം ഒരു ലോക്കൽ ആമസോണിയൻ മാനാണ്. കാരണം എന്താ വെച്ചാൽ ലോക്കൽ ആമസോണിയൻ, അതായത് അവിടുത്തെ ഒരു ഇൻഡിജീനിയസ് മനുഷ്യൻ ആൾ തന്നെയാണ് ആര്, ഈ മണ്ടൂക്ക എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ യൂറോപ്യന്മാർ വളരെ ബ്രൂഷ്യലായിട്ട് അദ്ദേഹത്തിന് ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ട്. ഭയങ്കര വയലൻ്റ് ആണ് ആൾ. ദെൻ റബ്ബർ ബാരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പോൾ ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ ഒരുപാട് റബ്ബർ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ട്രീസ് ഉണ്ടായിരുന്നു. അതൊക്കെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് യൂറോപ്യൻസ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഇൻഡിജീനിയസ് പീപ്പിൾസിനെ ഒരുപാട് അവരുടെ ലൈഫും അവരുടെ കൾച്ചറും അവരെ തന്നെ ആകെ മൊത്തം ഇല്ലാതാക്കിയിട്ടുണ്ട്. അവർ ഒരുപാടധികം ടോർച്ചേഴ്സിലൂടെ അവരെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ഈ കൊളോണിയൽ പീപ്പിൾ അല്ലെങ്കിൽ യൂറോപ്യൻ പീപ്പിൾ. സോ അതിൽപ്പെട്ട ഒരാളാണ് ഈ മണ്ടൂക്ക എന്ന് പറയുന്നത്. ഇതാണ് റബ്ബർ ബാരൻസ് എന്ന് പറയുന്നത്. ആമസോൺ റെയിൻ ഫോറസ്റ്റ് ആണ്, ഒരുപാടധികം ട്രീസ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് പല ട്രീസിൽ നിന്ന് ഇങ്ങനെ റബ്ബർ എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. So, because of this trauma, Manduka has become a violent and has lost his indigenous identity. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ കുട്ടിയായിരുന്നപ്പോൾ അദ്ദേഹം ഒരുപാടധികം ടോർച്ചർ അനുഭവിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിയൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ ഇൻഡിജീനിയസ് ഐഡൻറ്റിറ്റി ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. So, during the journey, Theo meets young Keramakate or Keramagate, a shaman who knows the forest, the river and the sacred plant. വളരെ യങ് ആയിട്ടുള്ള കെരംകേറ്റിനെ ഇവർ കണ്ടുമുട്ടുന്നുണ്ട്. ഈ മണ്ടൂക്കയും അതുപോലെ തന്നെ തിയോ രണ്ടുപേരും കണ്ടുമുട്ടുന്നുണ്ട്. സോ അദ്ദേഹത്തിന് ഈ ഫോറസ്റ്റിനെ കുറിച്ചും അവിടുത്തെ റിവറിനെ കുറിച്ചും അവിടുത്തെ സാക്രഡ് പ്ലാന്റിനെ കുറിച്ചും വളരെ ഡീപ്പായിട്ടുള്ള അറിവുള്ള ആളാണ് ആര്, ഈ കെരംകേറ്റ് എന്ന് പറയുന്ന ആൾ. കെരംകേറ്റ്സ് ഹേറ്റ് യൂറോപ്യൻ ബിക്കോസ് റബ്ബർ ബാരൻസ് ആൻഡ് മിഷനറീസ് ഡിസ്ട്രോയ്ഡ് ഹിസ് പീപ്പിൾ, കിൽഡ് ഹിസ് ട്രൈബ് ആൻഡ് ഇറേസ്ഡ് ദെയർ കൾച്ചർ. അപ്പോൾ ഈ കെരംകേറ്റ് എന്ത് ചെയ്യാണ്, യൂറോപ്യന്മാരോട് ഭയങ്കര അതിതീവ്രമായിട്ടുള്ള വെറുപ്പുണ്ട്. കാരണം എന്താണ്, ഈ റബ്ബർ ബാരൻസ് ഇങ്ങനെ റബ്ബർ എക്സ്ട്രാക്ട് ചെയ്യാൻ വന്നിട്ടുള്ള ആളുകൾ, കാരണം റബ്ബറിലൂടെ ഒരുപാടധികം പ്രോഫിറ്റ് അവർക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ ആ ഒരു ആളുകളൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്, അവരുടെ ഇൻഡിജീനിയസ് കൾച്ചറിനെയും ലൈഫിനെയൊക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കെരംകേറ്റിന് ഇവരോട് ഭയങ്കരമായിട്ടുള്ള വെറുപ്പാണ്. ആൻഡ് ആസ് ദേ ട്രാവൽ ബൈ കനോയ് അലോങ് ദ ആമസോൺ റിവർ ദേ വിസിറ്റ് മെനി പ്ലേസസ്. Everywhere they go, they see sufferings, destroyed villages, enslaved indigenous people, abused children in mission, school and land ruined by greed. അങ്ങനെ എന്ത് ചെയ്യാണ്, ഈ ഒരു ഷാമൻ എന്ത് ചെയ്യണം, അവരെയും കൊണ്ടിട്ട് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഒരുപാട് സ്ഥലം വിസിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും എന്ത് ചെയ്യാണ്, അവർ
ഒരുപാടധികം സഫറിങ്സ് കാണുകയാണ്. നശിപ്പിക്കപ്പെട്ട വില്ലേജുകൾ, അതുപോലെ തന്നെ എൻസ്ലൈവ്ഡ് ഇൻഡിജീനിയസ് പീപ്പിൾ, അവിടെയുള്ള ഇൻഡിജീനിയസ് ആയിട്ടുള്ള ആ കാടിൻ്റെ മക്കളായിട്ടുള്ള കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ എൻസ്ലൈവ് ചെയ്തിട്ടുണ്ട്, അടിമയാക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ ആരാണ്? യൂറോപ്യന്മാർ ചെയ്തിട്ടുണ്ട്. ദെൻ അബ്യൂസ്ഡ് ചിൽഡ്രൻ ഇൻ മിഷൻ സ്കൂൾസ് ആൻഡ് ലാൻഡ് റൂയിൻഡ് ബൈ ഗ്രീഡ്, അതുപോലെ തന്നെ അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടികൾ അവിടെയുള്ള ക്രിസ്ത്യൻ മിഷനറീസിലും സ്കൂളുകളിലും, അതുപോലെ തന്നെ ഇവരുടെ ലാൻഡൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആകപ്പാടെ റൂയിൻ ചെയ്തിട്ടുണ്ട് അവരുടെ അത്യാഗ്രഹം കൊണ്ട്. ദെൻ ദ റിവർ കീപ്സ് മൂവിങ്, ദ ഷോയിങ് ദ നാച്ചർ കണ്ടിന്യൂ ഈവൻ വെൻ ഹ്യൂമൻ കോസ് ഡിസ്ട്രക്ഷൻ. തിയോ സ്ലോലി പ്രൂവ്സ് ദാറ്റ് ഹീ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അതർ യൂറോപ്യൻസ്. എന്താണ് തിയോ അങ്ങനെ എന്താണ് മറ്റ് യൂറോപ്യന്മാരെയൊക്കെ കമ്പയർ ചെയ്യുമ്പം അദ്ദേഹം വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഹി ലിസൺ റെസ്പെക്ട് ഇൻഡിജീനിയസ് കൾച്ചർ ആൻഡ് ഡസ് നോട്ട് യൂസ് വയലൻസ്. അദ്ദേഹം എന്ത് ചെയ്യുന്നില്ല, ഇൻഡിജീനിയസ് അവരുടെ കൾച്ചറിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നില്ല. അത് വളരെ കെയർഫുള്ളായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ലിസൺ ചെയ്യുന്നുണ്ട്. And still Karamkate does not fully trust him. When they finally reach the place where Yakruna grows, Karamkate gives Theo only limited help and then destroy the plant. എന്ത് ചെയ്യാണ്, അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യണം, അവർ യക്രൂണ പ്ലാന്റിൻ്റെ അരികിലേക്ക് എത്തുകയാണ്. തിയോ ഇങ്ങനെയുള്ള ഒരാളാണെങ്കിലും, കാരണം അദ്ദേഹം മറ്റുള്ള യൂറോപ്യന്മാരിൽ നേർ വ്യത്യസ്തനായിട്ടുള്ള ഒരാളാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നില്ല, കരംകേറ്റ് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നില്ല. കാരണം ആ ഒരു യൂറോപ്യന്മാരിൽ നിന്ന് അത്രമാത്രം ട്രോമ അദ്ദേഹത്തിൻ്റെ ആളുകളും അനുഭവിച്ചിട്ടുണ്ട്. അതിനൊടുവിൽ ഈ ഒരു യക്രൂണ പ്ലാനിൻ്റെ അരികിലേക്ക് അവർ എത്തുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കുറച്ച് മാത്രമേ ഇയാൾക്ക് കൊടുക്കുന്നുള്ളൂ, ബാക്കി എന്ത് ചെയ്യണം, അദ്ദേഹം നശിപ്പിച്ച് കളയുന്നുണ്ട്, കരംകേറ്റ് നശിപ്പിച്ച് കളയുന്നുണ്ട്, തീയിട്ട് കരിക്കുന്നുണ്ട്. ആ ഫിലിമിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. And he does this to protect sacred knowledge from being exploited by Europeans. Theo survives, but the plan does not fall into colonial hands. അങ്ങനെ എന്ത് ചെയ്യാണ്, അദ്ദേഹം ഇത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സാക്രഡ് നോളജ് യൂറോപ്യന്മാർ എക്സ്പ്ലോയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അത് തീയിട്ട് കരിക്കുന്നത്. ആൻഡ് തിയോ സർവൈവ്സ് ബട്ട് ദ പ്ലാൻ ഡസ് നോട്ട് ഫാൾ ഇൻ ടു കൊളോണിയൽ ഹാൻഡ്സ്. അങ്ങനെ എന്ത് ചെയ്യാണ്, തിയോ ആ ഒരു അസുഖം അദ്ദേഹത്തിന് ഭേദമായി അദ്ദേഹം സർവൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൊളോണിയൽ ഹാൻഡിലേക്ക് ഈ ഒരു പ്ലാന്റ് എത്തുന്നില്ല. ഇതാണ് ആ ഒരു ഫസ്റ്റ് ജേണിയിൽ ഉള്ളത്. 909 എന്ത് ചെയ്യുന്നത്, ഈ ജേണി നടക്കുന്നത്. അപ്പോൾ ഇതിലും പോകുന്നത് ആരാണ്, വളരെ യങ്ങായിട്ടുള്ള ഷാമാൻ അഥവാ കരംകേറ്റാണ് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത്. ഇനി അടുത്തത് ഒരു 30 വർഷം കഴിഞ്ഞിട്ടാണ് പിന്നെ സെക്കൻഡ് ജേണി വരുന്നത്. ദ സെക്കൻഡ് ജേണി ഹാപ്പൻസ് ഇൻ 1914. 13 years later, an American botanist named Ivan comes to the Amazon using Theo's book and drawing as a guide. പിന്നീട് രണ്ടാമത്തെ ജേണി നടക്കുന്നത് 1940-ലാണ്. 30 വർഷങ്ങൾക്ക് ശേഷം ഒരു അമേരിക്കൻ ബോട്ടണിസ്റ്റ് എന്താണ്, അദ്ദേഹം ഈ അഥവാ നമ്മുടെ തിയോയുടെ പുസ്തകങ്ങളും അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സുകളൊക്കെ ശേഖരിച്ചിട്ടാണ് ഈ ആമസോൺ കാടിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന് ഒരുപാട് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് പേഴ്സണൽ ഗൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ കാട്ടിലേക്ക് ഈ യക്രൂണ പ്ലാന്റിനെ കുറിച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് വരുന്നത്. കംസ് ടു ദ ആമസോൺ യൂസിങ് തിയോസ് ബുക്ക് ആൻഡ് ഡ്രോയിങ് ആസ് എ ഗൈഡ്. ദിസ് ടൈം Karamkate is old and has lost many of his memories. He fears that he has become a Chulla Chakhoi, a hollow man who has forgotten his roots and identity. അപ്പോൾ എന്താണ് ഈ ഒരു ടൈമിൽ നമ്മുടെ ഷാമൻ അഥവാ കരംകേറ്റ് എന്താണ്, അദ്ദേഹം തന്നെയാണ് ഇപ്പോഴും ഗൈഡായിട്ട് പോകുന്നത്. പക്ഷെ അദ്ദേഹം ഭയങ്കരമായിട്ട് വയസ്സായിട്ട് 30 വർഷം കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനല്ലേ 30. അങ്ങനെ അദ്ദേഹം വളരെ ഓൾഡായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പഴയ ഉണ്ടായിരുന്ന അറിവുകൾ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് മറന്നു പോയിട്ടുണ്ട്. എന്തുവാ ചുള്ള ചുക്കായി, അതായത് അയാളുടെ ആ ഒരു പഴയ അറിവുകളും കാര്യങ്ങളൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിനാണ് ചുള്ള ചുക്കായി എന്ന് പറയുന്നത്. റിലക്റ്റൻ്റ്ലി ഹി അഗ്രീസ് ടു ഗൈഡ് ഈവൻ ഇൻ സെർച്ച് ഓഫ് യക്രൂണ വൺസ് അഗെയിൻ. എന്നിരുന്നാലും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം മനസ്സോട് കൂടിയിട്ട് ഈ നമ്മുടെ ഇവാൻ്റെ കൂടെ അദ്ദേഹം പോയി കൊടുക്കുന്നുണ്ട്. ഈ യക്രൂണ പ്ലാൻ തിരഞ്ഞിട്ട് പോയി കൊടുക്കുന്നുണ്ട്. ഡ്യൂറിംഗ് ദിസ് ജേർണി ദ ആമസോൺ അപ്പിയേഴ്സ് ഈവൻ മോർ ഡാമേജ്ഡ്. ഇൻഡിജീനിയസ് കൾച്ചർ ആർ ആൾമോസ്റ്റ് ഗോൺ, റിപ്ലേസ്ഡ് ബൈ വെസ്റ്റേൺ റിലീജിയൻ, സയൻസ് ആൻഡ് കൺട്രോൾ. ഇവാൻ ഈസ് മോർ സെൽഫ് സെൻറ്റേർഡ് ദാൻ തിയോ ആൻഡ് വാണ്ട് ദ പ്ലാൻ മെയിൻലി ഫോർ ഹിംസെൽഫ്. എന്താണ് ഈ ഒരു യാത്ര എന്താണ്, ആമസോൺ കഴിഞ്ഞ 30 വർഷത്തിനേക്കാൾ ഉപരിയായിട്ട് വളരെ മോശാവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. റിപ്ലൈസ്ഡ് ബൈ വെസ്റ്റേൺ റിലീജിയൻ, സയൻസ് ആൻഡ് കൺട്രോൾ. ആ ഒരു അവരുടെ കൾച്ചറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വെസ്റ്റേൺ റിലീജിയനും സയൻസും ഒക്കെ റിപ്ലൈസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇവാൻ ഈസ് മോർ സെൽഫ് സെൻറ്റേർഡ് ദാൻ തിയോ ആൻഡ് വാണ്ട് ദ പ്ലാൻ മെയിൻലി ഫോർ ഹിംസെൽഫ്. ഇവാൻ എന്താണ്, അദ്ദേഹത്തിനാണ് ഈ ഒരു പ്ലാൻ വേണ്ടത്, അദ്ദേഹത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അദ്ദേഹത്തിന് റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെക്കുറിച്ച് പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. However, as the journey continues, he begins to realize that indigenous knowledge is not just scientific but deeply spiritual. ആ ഒരു ജേണിയിൽ അദ്ദേഹം മനസ്സിലാക്കുകയാണ്, ഈ ഇൻഡിജീനിയസ് നോളജ്, ഇവരുടെ ഈ ഒരു അറിവ്, ഇവരുടെ തനതായ അറിവെന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് സയൻറ്റിഫിക് മാത്രമല്ല, പക്ഷേ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ആത്മീയമായിട്ടുള്ള പല കാര്യങ്ങൾ അതിലുണ്ടെന്ന് അദ്ദേഹം മനസ്സിലാക്കുകയാണ്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഫിലിം ഇവാൻ കൺസ്യൂംസ് യക്രൂണ ആൻഡ് എൻഡേഴ്സ് എ ഹാലൂസിനോജനിക് ട്രാൻസ്. അങ്ങനെ ആ ഈ സിനിമയുടെ അവസാനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ആ ഒരു
എക്രോണ പ്ലാന്റ് എന്ത് ചെയ്യുന്നത്, അദ്ദേഹം അത് കഴിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം ഹാലൂസിനോജനിക് ട്രാൻസിലേക്ക് അദ്ദേഹം മാറുന്നുണ്ട്. അതായത് നമ്മുടെ മനസ്സിൻ്റെ അതിതീവ്രമായ ആയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുന്നൊരു അവസ്ഥയാണ് ഹാലൂസിനോജനിക് ട്രാൻസ് എന്ന് പറയുന്നത്. ഹി എക്സ്പീരിയൻസ് ദ സൺ സെർമൺ, എ പവർഫുൾ സ്പിരിച്വൽ വിഷൻ ഓവർ നാച്ചുറൽ ഇറ്റ് സെൽഫ് സ്പീക്സ്. അദ്ദേഹം എന്താണ്, ഒരു ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ലോകത്തേക്ക് അദ്ദേഹം എത്തുകയാണ്. നാച്ചർ അദ്ദേഹത്തിനോട് സംസാരിക്കുന്ന പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുകയാണ്. ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ദ ഫിലിം കളർ അപ്പിയേഴ്സ് സിംബലൈസിങ് അവേക്കനിങ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻസ്. അങ്ങനെ അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഓടിയിരുന്ന ഫിലിം പെട്ടെന്ന് എന്ത് ചെയ്യാണ്, ഒരു കളർ ഫിലിമിലേക്ക് മാറുകയാണ്. ആ ഒരു അവേക്കനിങ്ങിന്, കളർ ഫിലിം മീൻസ് അതിൽ ഒരുപാട് അധികം സിമ്പിൾസും കാര്യങ്ങളൊക്കെ വരികയാണ്. അത് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കളർ, ഒരു സിംബലൈസിങ് അവേക്കനിങ് ആണ് ആൻഡ് ട്രാൻസ്ഫോർമേഷനെയാണ് അത് കാണിക്കുന്നത്. കരംകേറ്റ് ഫൈനലി ഫുൾഫിൽ ഹിസ് റോൾ എസ് ഷാമൻ ബൈ പാസിംഗ് ഓൺ നോളജ് ഈവൻ ദോ ഹീസ് പീപ്പിൾ ആൻഡ് കൾച്ചർ ആർ ഡിസപ്പിയറിങ്. പിന്നീട് എന്താണ്, കരംകേറ്റ് എന്താണ്, അദ്ദേഹത്തിൻ്റെ ആ ഒരു നോളജ് മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യാണ്, പാസ് ചെയ്ത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ആളുകളും കൾച്ചറും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിൽ എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന ഒരു അറിവ് എന്താണ്, മറ്റൊരാളിലേക്ക് അദ്ദേഹം എത്തിച്ചു കൊടുക്കുന്നു. ആൻഡ് ദിസ് ഫിലിം എൻഡ് വിത്ത് ദ മെസ്സേജ് ദാറ്റ് വെസ്റ്റേൺ സയൻസ് കനോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഓർ കൺട്രോൾ നാച്ചർ ആൻഡ് ദ ഇൻഡിജീനിയസ് വിസ്ഡം, മെമ്മറി ആൻഡ് സ്പിരിച്വാലിറ്റി ആർ എസെൻഷ്യൽ. എന്താണ് ഈ ഒരു ഫിലിം കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, വെസ്റ്റേൺ സയൻസ് എന്ത് ചെയ്യണം, ഇവരുടെ കനോട്ട് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ഓർ കൺട്രോൾ നാച്ചർ, പൂർണ്ണമായിട്ടും എന്ത് ചെയ്യുന്നില്ല, നാച്ചറിനെ പരിപൂർണമായി മനസ്സിലാക്കിയിട്ടില്ല. ആൻഡ് ദ ഇൻഡിജീനിയസ് വിസ്ഡം, മെമ്മറി ആൻഡ് സ്പിരിച്വാലിറ്റി ആർ എസെൻഷ്യൽ. പിന്നീട് എന്താണ്, ഈ ഒരു ഇൻഡിജീനിയസ് വിസ്ഡം, മെമ്മറിയും സ്പിരിച്വാലിറ്റിയാണ് മോർ ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്ക് കാണിച്ചു തരാണ്. എംബ്രേസ് ഓഫ് ദ സർപ്പൻ ഷോസ് ദാറ്റ് ദ ആമസോൺ ഇസ് നോട്ട് ജസ്റ്റ് എ പ്ലേസ് ടു എക്സ്പ്ലോർ ബട്ട് എ ലിവിങ് വേൾഡ് ദാറ്റ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ്. ഈ ഒരു ഫിലിമിൽ കാണിച്ചിരുന്നത് ഈ ഒരു ആമസോൺ ഒരു നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സ്ഥലം മാത്രമല്ല, ബട്ട് എ ലിവിങ് വേൾഡ് ദാറ്റ് മസ്റ്റ് ബി റെസ്പെക്റ്റഡ്. നമ്മളെന്താണ്, നമ്മളെന്നും റെസ്പെക്റ്റ് ചെയ്യപ്പെടേണ്ട ഒരു ലിവിങ് വേൾഡ് തന്നെയാണ് ഈ ആമസോൺ റെയിൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനാണ്. അവരുടെ ഇൻഡിജീനിയസ് കൾച്ചറിനെയും ഒക്കെ ഇല്ലാതാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ടു യാത്ര, പിന്നെ ഈ ആളുടെ പേര്, ദെൻ ഫിലിം ഡയറക്റ്റ് ചെയ്ത ആളുടെ പേര് 2015 2015 2 യാത്ര നടന്ന വർഷം, ഇതെല്ലാം ഓർത്ത് വെക്കുക. ഓക്കെ, താങ്ക് യു.